വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതുതായി എടുത്ത ഡ്രോണിനകത്തുള്ള ഫസ്റ്റ് ഷൂട്ട് വീഡിയോ ആണ്. അപ്പോൾ ഒരുപക്ഷെ ചില പോരായ്മകളൊക്കെ ഉണ്ടാവാം, അപ്പോൾ ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്തായാലും നമ്മൾ ഒടുവിൽ ആ ഡ്രോൺ എടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് കാണുന്ന പ്രദേശം ഇരിങ്ങൽ മാങ്ങൂൽപ്പാറ മുതൽ നമ്മളെ പാലോളിപ്പാലം വരെ ദേശീയപാതയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓയിൽ മില്ലിൻ്റെ പ്രദേശത്താണ്. ഓയിൽ മില്ലിൻ്റെ പ്രദേശത്ത് നേരത്തെ പഴയ ദേശീയപാതയൊക്കെ മാറ്റിപ്പോൾ സർവീസ് റോഡിലൂടെയാണ്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും അതോടൊപ്പം തന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പഴയ ദേശീയപാതയുടെ ചില ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ നമ്മൾ അണ്ടർ പാസേജിൻ്റെ ഭാഗമാണ്. അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കാണുന്ന മണ്ണൊക്കെ ഇപ്പോൾ വാഗാട് ഏറ്റവും റീസെൻ്റ്ലി ആയിട്ട് അടിച്ചതാണ്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ മണ്ണാണ് ഈ ഭാഗത്ത് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ മണ്ണ് കിട്ടുന്നില്ല എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ വാഗാട് നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്ത് ഒരുപാട് മണ്ണ് അടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ പൂർത്തിയായതാണ്. അതേപോലെ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള മൂരാട് പാലത്തിന് തൊട്ടുമുന്നേ ഭാഗത്തുള്ള ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ താറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു അണ്ടർ പാസേജ് ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജാണ്. അണ്ടർ പാസേജ് അത്യാവശ്യം അതിലൊക്കെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അണ്ടർ പാസേജിലൂടെ ഇരിങ്ങൽ ഭാഗത്തൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. കാരണം അണ്ടർ പാസേജ് സർവീസ് റോഡ് വളരെ ചുരുങ്ങിയിട്ടാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നുള്ളത്. അപ്പോൾ അത്തരത്തിലാണ്. അപ്പം നമ്മൾ മൂരാട് പാലത്തിൻ്റെ ഭാഗത്തെത്തി. ഓയിൽ മില്ലൊക്കെ കഴിഞ്ഞ് മൂരാട് പാലത്തിൻ്റെ ഭാഗത്താണ്. മൂരാട് പാലം പഴയ മൂരാട് പാലമാണോ അത് പുതിയ മൂരാട് പാലമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് വർക്കും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വലത്തെ സൈഡിൽ മൂരാട് പുഴയും, അപ്പോൾ പഴയ നമ്മുടെ മൂരാട് പാലം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വിജനമായി കിടക്കുകയാണ്. വാഹനങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിലവിലെ ആളുകൾ മത്സ്യബന്ധനത്തിന് ചൂണ്ടയിടാനൊക്കെയാണ് ഇപ്പം പഴയ മൂരാട് പാലം ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പുതിയ മൂരാട് പാലത്തിൽ ഇപ്പോൾ അതിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ പാലത്തിനോട് ചേർന്നിട്ട് പുതിയ റെയിൽവേ പാലവും വരുന്നുണ്ട്. അത് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ E5 എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ദേശീയപാതയുടെ വർക്ക് എടുത്തത്. അപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം E5ൻ്റെ സ്റ്റാഫുകളൊക്കെ കുറേ വർക്കേഴ്സൊക്കെ പോയി, കമ്പനിയിലെ ഏതാണ്ട് ആളുകളൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് നേരത്തെ മണ്ണടിച്ച വലിയൊരു കുന്നായിരുന്നു. കുന്നിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചൊരു പ്രദേശമാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ കഴിഞ്ഞ മഴയത്ത് ഇവിടെ കുന്നൊക്കെ ഇടിഞ്ഞു വീണിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറൊക്കെ വെച്ചുകൊണ്ട് 2 ലൈന് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം വർക്കൊന്നും നടന്നിട്ടില്ല. അതുപോലെ ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ, നമ്മളെ റെയിൽവേ ക്രോസിൻ്റെ ആ ഒരു ഭാഗത്ത് ഇപ്പം പുതിയൊരു ബ്രിഡ്ജ് കൂടി വരുന്നുണ്ട്, 3ാമത്തെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നേരത്തെ കട്ടിങ് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണിത്. അതായത് വലിയ കുന്നുള്ളൊരു പ്രദേശമായിരുന്നു. ഇപ്പോൾ ദേശീയപാതയും റെയിൽവേ ട്രാക്കും നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത അത്രയും മണ്ണുള്ളൊരു പ്രദേശമായിരുന്നു. അതൊക്കെ ഇടിച്ചിപ്പോൾ നിരത്തി അവിടെയും ഇന്ത്യൻ റെയിൽവേയുടെ വർക്കും പാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വർക്കും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഇവിടെ വാഹനങ്ങൾ നിർത്തിയിട്ടൊരു ഭാഗമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സത്യത്തിൽ നമ്മൾ സർവീസ് റോഡില്ല. അതായത് പാളിയാട്ട് നട മുതൽ മൂരാട് പാലം വരെ സർവീസ് റോഡില്ല. ഇപ്പോൾ ഈ കാണുന്ന ഭാഗമുള്ള ഇത് എക്സിറ്റാണ്, അതായത് എൻട്രിയാണ്, ദേശീയപാതയിലേക്കുള്ള എൻട്രിയാണ്. അതേപോലെ ഇവിടെ നമുക്കൊരു ചെറിയൊരു അണ്ടർ പാസേജ് ഇല്ല, അവിടെ ഒരു ഡ്രൈനേജ് ഉണ്ട്. ഡ്രൈനേജ് ആളുകൾ അണ്ടർ പാസേജ് ചെയ്യുന്ന രീതിയിലൊക്കെ ദേശീയപാതയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ E5നെ സംബന്ധിച്ചിടത്തോളം E5 ഏതാണ്ട് വർക്കൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം പൂർത്തിയാക്കിയതിന് ശേഷം E5 മടങ്ങിപ്പോയപ്പോൾ ഈ ഭാഗത്തുള്ള നമ്മുടെ ഓയിൽ മില്ലിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സൈഡ് വാൾ, കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനുള്ളൊരു ഭാഗമുണ്ട്. പിന്നെ പാലിയാട്ട് നടയൊക്കെ ഇവിടെയൊക്കെ ദേശീയപാതയിലൊക്കെ പൂർണ്ണമായി വർക്ക് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാണ്. രാത്രി കാലങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഓയിൽ മില്ല് കഴിഞ്ഞാൽ പിന്നീടുള്ളൊരു അണ്ടർ പാസേജ് എന്ന് പറയുന്നത് നമുക്ക് പാലോളിപ്പാലം കഴിഞ്ഞിട്ട് SP ഓഫീസിൻ്റെ ഭാഗത്താണ്. പാലോളിപ്പാലത്തു നിന്നുള്ള പഴയ ദേശീയപാതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പഴയ പാലോളിപ്പാലവും ഇപ്പം പുതിയ പാലോളിപ്പാലവും തമ്മിൽ ഒരുപാട് അജഗജാന്തരം വ്യത്യാസം വന്നിട്ടുണ്ട്. പാലോളിപ്പാലം സത്യത്തിൽ പ്രവാസികൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അത്രയും വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഇവിടെ പാലോളിപ്പാലം സത്യത്തിൽ നല്ലൊരു വെള്ളമൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു കോൺക്രീറ്റ് റോഡ് ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവിടെ കോൺക്രീറ്റ് റോഡ് വന്നതെന്ന്. കാരണം കൂടുതൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലാണ് കോൺക്രീറ്റ് റോഡ് വരിക. അത്തരത്തിലായിരിക്കും ഇവിടെ കോൺക്രീറ്റ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പുതിയ നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ണൂർ, മൈസൂർ അത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന കിലോമീറ്റർ കാര്യങ്ങൾ അതൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള പ്രദേശങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഇവിടെ വരെയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ദേശീയപാതയിൽ 1 ട്രാഫിക് ബ്ലോക്കാണ്. അതായത് നമ്മൾ വടകര കൈനാട്ടി ആ ഭാഗം വരെ
ട്രാഫിക് ബ്ലോക്കാണ്. കൈനാട്ടിയല്ല, അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെയാണ് ഇപ്പോൾ അണ്ടർ പാസേജ് ഉള്ളത്. അണ്ടർ പാസേജിൻ്റെ 3 വരിയുടെ 6 വരിയുടെ ഇപ്പം കോൺക്രീറ്റിങ് കഴിഞ്ഞ്. ഇതിപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ദേശീയപാത. എത്ര ടേണിങ്ങോട് കൂടിയിട്ടാണ് പഴയ ദേശീയപാതകൾ നോക്കുക. അപ്പോൾ ഇത് ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇപ്പോൾ ദേശീയപാതയുടെ വർക്ക് നടക്കുന്ന ഭാഗമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ വരിക. അപ്പോൾ നല്ല രീതിയിൽ അപകടം ആക്സിഡൻ്റൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് അത്. അപ്പോൾ ആ ആക്സിഡൻ്റൊക്കെ ഈ ഒരു അണ്ടർ പാസേജും ഇതിൻ്റെ മുകളിലെ ദേശീയപാതയുടെ 6 വരിയൊക്കെ ലൈൻ വന്നു കഴിഞ്ഞാൽ, പുതിയ ദേശീയപാതയൊക്കെ വന്നു കഴിഞ്ഞാൽ അപകടമൊക്കെ ഇല്ലാതാവും. അപ്പോൾ ഒരുപാട് അപകടങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് ഈ ഒരു അണ്ടർ പാസേജിൻ്റെ ഈ ഒരു ഭാഗം. നല്ല രീതിയിലുള്ള ടേണിംഗ് ഉള്ളതാണ്. അപ്പോൾ 6 വരിയുടെ ഇപ്പോൾ അണ്ടർ പാസേജ് കോൺക്രീറ്റിങ് കഴിഞ്ഞ് ഇനി ഇരു സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ മണ്ണടിച്ച് ഉയർത്താനുള്ള വർക്കാണുള്ളത്. അതേപോലെ ഇവിടെ ഒരു റോഡ് ക്രോസേജ് കൊണ്ട് ഒരു ഡ്രൈനേജും വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ പാലോടിപ്പാലം, അതേപോലെ പുതുപ്പണ പാലോടിപ്പാലം പാലിയേട്ട് നട ഈ ഒരു ഭാഗത്ത് ഇവിടെ ഏതോ ഒരു പ്രദേശത്ത്, ഏകദേശം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അദാനിയുടെ ഒരു ട്രക്ക് പാർക്കിംഗ് സംവിധാനമൊക്കെ വരുന്നുണ്ട് എന്നും പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ അത്തരത്തിലെ വാർത്തകളും വന്നിട്ടുണ്ട്. അത് എവിടെയാണെന്ന് പുതുപ്പണത്തുനിന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പാലോടിപ്പാലം കോട്ടക്കടവ് വരെ ഉദ്ദേശിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഈ ഒരു പാർക്കിംഗ് സർവീസ് റോഡിനോട് ചേർന്നുള്ള ഈ ഗോകുലം ഗോപാലേട്ടൻ്റെ ഒക്കെ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്തൊക്കെയാണ് വരാൻ സാധ്യത. ഏകദേശമായിട്ട് നമ്മൾ പറയണം. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ആൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകണ്ട.